ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണാണ് കേട്ടോ. ഞാൻ എണീറ്റു. നമുക്ക് അമ്മ അടുക്കളയുണ്ട്. പിന്നെ പൂക്കളത്തിലുള്ള ആ പൂവൊക്കെ ഞങ്ങൾ ഇന്നലെയൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. എല്ലാം ഞങ്ങൾ ഇങ്ങനെ പൂവിൻ്റെ മണ്ണ് ഇങ്ങനെ അരിഞ്ഞിട്ടു. പിന്നെ തലേദിവസം തന്നെ ഞങ്ങളിങ്ങനെ അച്ഛനൊക്കെ വരച്ച് വെച്ചു കൊടുത്തു. അച്ഛനാണ് മെയിൻ, പൂക്കളത്തിന് മൊത്തം മെയിൻ അച്ഛനായിരുന്നു. രാവിലെ എണീറ്റ് അച്ഛൻ നേരത്തെ അച്ഛൻ പൂക്കളിടാൻ തുടങ്ങി. ഓണത്തിൻ്റെ എല്ലാ ദിവസത്തെ പൂക്കളും അച്ഛനാണ് കേട്ടോ. അച്ഛനും പിന്നെ ഞങ്ങളും. ഞാനങ്ങനെ ഉണ്ടാവാറില്ല, ജിത്തുൻ്റെ വീട്ടിലുണ്ടോ കൂടുതലുണ്ടാവുക. അതുകൊണ്ട് അച്ഛൻ്റെ പിന്നെ വന്ന പോലെ അച്ഛനിടാറ്. എന്നിട്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാം റെഡിയായി, ഇനി അമ്പലത്തിൽ പോകാം കേട്ടോ. ആമക്കാവിക്കുണ്ടോ ഞങ്ങൾ പോയത്. അവിടെ വലിയ പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് ഞങ്ങളും ഞാനും ചുറ്റും വീടിനൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. കുറേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, അടിപൊളി തന്നെയായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ട് പൂക്കളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. പായസം എൻ്റെ ഫേവറേറ്റ് പായസം ഉണ്ടെന്ന് പാലട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട. അങ്ങനെ കഴിഞ്ഞു ഉച്ച കിട്ടപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സദ്യ. കുറേ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ. അങ്ങനത്തെ ഞങ്ങളിനി സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. എല്ലാതും വിളമ്പി. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കലൊക്കെ വേണ്ടി ഞങ്ങൾ നേരെ ഇനി അച്ഛച്ചൻ്റെ ഓടിക്ക് പോവാണ് കേട്ടോ. ഞാൻ അവിടുത്തെ വിശേഷം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അച്ഛച്ചൻ്റെ അവിടെ ഇട്ട പൂക്കളം. അടിപൊളിയുണ്ടല്ലേ, രസത്തിലാണ്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ സദ്യ കഴിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. അമ്മായിയും അനിയൻകുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ മാമൻ്റെ ഓടിക്ക് പോവാണ് കേട്ടോ. മാമൻ്റെ ഓടിക്ക് പോകുന്ന സമയത്ത് അവിടെ എത്താറായി. ഞങ്ങളുടെ ബോളൊക്കെ മേടിച്ചിട്ട് കിട്ടും മാമൻ്റെ ഓടെ പോയി കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മാമൻ്റെ ഓടിക്ക് എത്തി കളിക്കാൻ വേണ്ടി ബോൾ എടുക്കുമ്പോഴേക്കും പാപ്പനും മേമയൊക്കെ വന്നു കേട്ടോ. അതിന് കുറച്ച് നേരം പാപ്പനും വന്നു ഞങ്ങളുടെ അവിടെ കളിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രാവലറിൽ കയറി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. പൊന്നാനിക്കാണ് പോണത്. ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. മാമൻ്റെ ട്രാവലറിനാണ് പോയത്. മറ്റേ ലൈറ്റും പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൂടെ മാമൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു വലിയ ഒരു ഡാനി ഉണ്ടായിരുന്നു. നന്ദുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ നബിദിനത്തിൻ്റെതായിട്ട് അവിടെ ബീച്ചിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. Madi. Oh.
അങ്ങനെ ഞങ്ങളിത് നല്ല ഇരുട്ടായിട്ടാണല്ലോ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നത്. തിരിച്ചിന് വണ്ടിയിലായിരുന്നു സീന്, പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ലേസറും പിന്നെ മറ്റേ ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്മിതിലു സൈനിങ് ഔട്ട്. ബൈ.